إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിലൂടെ സൂറത്തു തൗബയിൽ നമ്മെ അറിയിച്ചു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിൻ്റെ രേഖയിൽ, അവൻ്റെ കിതാബിൽ മാസങ്ങളെന്നാൽ അത് 12 എണ്ണങ്ങളാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു. ദാലിക അദ്ദീനുൽ ഖയ്യിം, അതാകുന്നു വക്രതയില്ലാത്ത നേരായ ദീൻ. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. സഹോദരങ്ങളെ സഹോദരിമാരെ, പവിത്രമാസങ്ങൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസങ്ങളാണ്. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിയുടെയും മേൽ നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, തീർച്ചയായും അത് ഹൃദയത്തിൻ്റെ തഖ്വയാണ്, അള്ളാഹുവിനോടുള്ള ഭയപ്പാടിനെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പവിത്രമാസങ്ങളിലാണ് നമ്മളുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ആ 4 പവിത്രമാസങ്ങൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. കാലമെന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അന്നു മുതൽ അല്ലാഹു നിശ്ചയിച്ചതുപോലെ ആ രൂപത്തിലാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അസ്സനതു, ഒരു വർഷമെന്നാൽ 12 ശഹ്റൻ, അത് 12 മാസങ്ങളാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു.
സലാസുൻ മുതവാലിയാത്തുൻ, 3 മാസങ്ങൾ തുടർച്ചയായി വരുന്നതാണ്. അഥവാ ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം, ഇത് 3ഉം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. വറജബു മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, 4ാമതായി അവിടുന്ന് അറിയിച്ചു ജുമാദയുടെയും അഥവാ ജുമാദൽ ആഖിറ അതുപോലെ ശഅബാൻ അതിനിടയിൽ വരുന്ന റജബ്, മുദർ ഗോത്രക്കാർ അവർ പ്രത്യേകമായി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മാസമാകുന്നു റജബ് എന്നുള്ളത്. സഹോദരങ്ങളെ, ദുൽഖഅദ മാസത്തിലാണ് നമ്മളുള്ളത്. ഇനി ശേഷം ദുൽഹിജ്ജ വരാനുണ്ട്, മുഹറം വരാനുണ്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. അതുകൊണ്ട് തന്നെ പവിത്ര മാസങ്ങളിലാണ് നമ്മളുള്ളത്. ആ പവിത്ര മാസങ്ങളിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതാ നേരത്തെ നമ്മൾ കേട്ട സൂറത്തു തൗബയിലൂടെ പറഞ്ഞു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. മാസങ്ങളെക്കുറിച്ചും ആ മാസങ്ങളിൽ പ്രത്യേകമായി അല്ലാഹു തിരഞ്ഞെടുത്ത 4 മാസങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം അല്ലാഹു അവന്റെ അടിമകളായ നമ്മോട് ഓർമ്മപ്പെടുത്തി, ഫലാ തദ്ലിമു ഫീഹിന്ന, ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമങ്ങൾ കാണിക്കരുത്. അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തോട്. പ്രിയമുള്ളവരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഐ ഫീ കുല്ലിഹിന്ന ഫലാ തദ്ലിമു ഫീഹിന്ന എന്ന് പറഞ്ഞാൽ 4 മാസങ്ങൾ എന്ന് പ്രത്യേകമായി നമ്മൾ അർത്ഥം വെക്കാറുണ്ട്. എന്നാൽ അദ്ദേഹം പറയുകയാണ് ഫീ കുല്ലിഹിന്ന, എല്ലാ മാസങ്ങളിലും, അള്ളാഹു നിശ്ചയിച്ച 12 മാസങ്ങളിലും സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. ثم اختص من ذلك 4 أشهر فجعلهن حراما. എന്നാൽ അള്ളാഹു അതിൽ നിന്ന് പ്രത്യേകമായി 4 മാസങ്ങളെ തിരഞ്ഞെടുത്തു, എന്നിട്ട് അതിനെ പവിത്രമാക്കുകയും ചെയ്തു. വഅദ്ദമ ഹുറുമാതിഹിൻ, ആ 4 മാസങ്ങളുടെ പവിത്രത അള്ളാഹു വർദ്ധിപ്പിക്കുകയുണ്ടായി. വജഅല الذنب فيهن أعظم, അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ ദംബ്, പാപങ്ങൾ എന്നത് ഗുരുതരമാണ്, മറ്റുള്ള മാസങ്ങളിലെ പോലെയല്ല. വൽ അമല സ്വാലിഹ വൽ അജ്റ അഅ്ളം, അതേപോലെ തന്നെയാണ് സൽക്കർമ്മങ്ങൾക്ക് പ്രത്യേകം ധാരാളമായി അല്ലാഹു പ്രതിഫലം നൽകുകയും ചെയ്യും. ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ളമു ഖതീഅതൻ വവിസ്റാ, പവിത്ര മാസങ്ങളിലുള്ള പാപങ്ങൾ എന്നുള്ളത്, തിന്മകൾ എന്നുള്ളത്, തെറ്റുകൾ എന്നുള്ളത് ഗുരുതരമായ പാപമാണ്, പാപഭാരമാണ്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഈ പ്രത്യേക അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് സ്വന്തത്തോടുള്ള നമ്മുടെ അതിക്രമങ്ങളെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിക്രമങ്ങൾ, ദുൽമ് എന്നുള്ളത് നമ്മുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, യാ ഇബാദി, അള്ളാഹു പറയുന്നു, അള്ളാഹു വിളിക്കുന്നു, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഇതാ തീർച്ചയായും ഞാൻ എന്റെ സ്വന്തത്തിന്റെ കാര്യത്തിൽ അതിക്രമം ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും ഹറാമൻ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പരസ്പരം, നിങ്ങൾക്കിടയിലും ദുൽമ്, അതിക്രമം എന്നത് ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമങ്ങൾ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അതിക്രമങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഒരിക്കലും, പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന ദുൽമിനെ കുറിച്ച്, നമ്മുടെ അതിക്രമങ്ങളെ കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നമ്മൾ ആരും വിചാരിച്ചു പോകരുത്. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്ദാലിമൂൻ, അതിക്രമകാരികൾ അവർ പ്രവർത്തിക്കുന്ന അതിക്രമങ്ങളെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിക്രമങ്ങൾ എന്നുള്ളത്, സ്വന്തത്തോടുള്ള ദുൽമ് എന്നുള്ളത് നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്, പ്രത്യേകം ഈ പവിത്ര മാസങ്ങളിൽ. കാരണം അത് മറ്റുള്ള മാസങ്ങളെക്കാൾ ഗൗരവമാണ്. ഇനി പ്രിയമുള്ളവരെ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ദുൽമ് എന്നുള്ളത്
അതിക്രമം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ 3 രൂപത്തിലാണുള്ളത്. 3 അടിത്തറകളാണ് അതിക്രമം എന്നതിനുള്ളത്. അതിലൊന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു നൽകാത്ത ദുൽമാണ്. ഒരടിമ ഈ അതിക്രമം അവനിൽ സംഭവിച്ചു പോയാൽ, അതിലായി അവൻ മരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും പുറത്തു നൽകുകയില്ല. അതാണ് അതിക്രമങ്ങളിൽ വെച്ച്, ദുൽമിൽ വെച്ച് ഏറ്റവും കടുത്ത ദുൽമ്. അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുൽമാണ്, അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യമാണ്. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് ഉപദേശം നൽകുമ്പോൾ അദ്ദേഹം പറഞ്ഞതായി കാണാം, യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ഷിർക്ക് എന്നത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് കഠോരമായ അതിക്രമമാകുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നിരിക്കെ, അള്ളാഹുവാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയെന്നിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നിരിക്കെ, ഏത് സമയത്തും ഏതവസ്ഥയിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ് എന്നിരിക്കെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും കാത്തിരക്ഷിക്കുവാനും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നിരിക്കെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അല്ലാതെ ആരാധിക്കാൻ, അവനോടല്ലാതെ ദുആ ചെയ്യാൻ, അവനല്ലാതെ ഇബാദത്തിന്റെ അംശങ്ങൾ നൽകാൻ, അവനല്ലാതെ നേർച്ച നേരാൻ, അവന് വേണ്ടിയല്ലാതെ അറവ് നടത്താൻ നമുക്ക് എന്തർഹതയാണുള്ളത്? അള്ളാഹുവിന്റെ അടിമകളാണ് നാം, അള്ളാഹുവിന്റെ ഇബാദുകളാണ് നാം. എന്നിരിക്കെ ആ റബ്ബിനെ മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കേണ്ടത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനകൾ, അവന് മാത്രം പ്രത്യേകമാക്കപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിക്രമം. അതുകൊണ്ടാണ് അള്ളാഹു അതൊരിക്കലും പുറത്തു നൽകുകയില്ല എന്ന് പറഞ്ഞത്. അതിലായി ഒരാൾ മരിച്ചു പോവുകയാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ തൗബ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് സ്വീകരിച്ചാലല്ലാതെ ഒരാൾക്ക് അള്ളാഹു പുറത്തു നൽകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, തീർച്ചയായും അള്ളാഹു അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അതല്ലാത്തത്, ശിർക്കിന് താഴെയുള്ള ഏത് പാപവും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ പുറത്തു കൊടുത്തേക്കാം. സഹോദരങ്ങളെ, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ദുൽമ് അള്ളാഹുവിനോടുള്ള ദുൽമാണ്. ശിർക്ക് എന്ന കഠോരമായ അപകടം അതെല്ലാ കാലത്തും നാം ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടിക്കൊണ്ട്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് തൗഹീദാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ എത്രയോ ആളുകളുണ്ട്. ഇതാ ഈ അവസരത്തിൽ ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, ഹജ്ജിനു വേണ്ടിയുള്ള യാത്ര, അതിനു വേണ്ടി ഉള്ള ഒരുക്കത്തിലായിരിക്കും. എത്രയോ സാധുക്കൾ ആ പവിത്രമായ തൗഹീദ് മുഴങ്ങി നിൽക്കുന്ന ഹജ്ജിനു വേണ്ടി പോകുമ്പോഴും അതാ വീടുകളിൽ മാല മൗലിദുകൾ കഴിക്കുന്നു. ആ മാല മൗലിദുകളിൽ അതാ ശിർക്കിന്റെ വരികൾ പാടുന്നു. ആ ശിർക്കിന്റെ വരികൾ അത് ഏറ്റുപാടുന്നു, ഏറ്റു ചൊല്ലുന്നു. ആ വിശ്വാസവുമായിട്ടാണ് പലരും ഹജ്ജിന് പോകുന്നത്. മക്കയിലേക്ക്, ഹറമിലേക്ക് പോകുമ്പോൾ പോലും അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന ജാറങ്ങളായ മഖ്ബറകൾ, അതുപോലെയുള്ള കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്ന് ആശീർവാദം വാങ്ങി, അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങി ഹജ്ജിനു വേണ്ടി പോകുന്ന എത്ര ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ദുൽമാണ് ഈ പറഞ്ഞ ശിർക്ക് എന്നുള്ളത്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ താക്കോലാണ് തൗഹീദ് എന്നുള്ളത്. നരകത്തിലേക്ക് ഒരടിമ ശാശ്വതമായി പതിക്കാൻ കാരണമാണ് ശിർക്ക് എന്ന അതിക്രമം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ പലതവണ കേട്ട് കാണും. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ അകറ്റി നിർത്തണേ. നോക്കണം നിങ്ങൾ, തൗഹീദിന്റെ ഇമാമാണ് അദ്ദേഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പടപൊരുതിയ അല്ലാഹുവിന്റെ റസൂലാണ് അദ്ദേഹം.
അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ എന്നെയും എൻ്റെ മക്കളെയും ഷിർക്കിൽ നിന്ന് നീ അകറ്റി നിർത്തണേ എന്ന്. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ടാമത്തെ ദുൽമ് എന്നുള്ളത്, അതിക്രമം എന്നുള്ളത്, ഒരടിമ മറ്റുള്ളവരോട് ചെയ്യുന്ന അതിക്രമങ്ങളാണ്. അതാരോടുമാവട്ടെ, കൂടെയുള്ളവരോട്, വീട്ടിലുള്ളവരോട്, ഭാര്യയോട്, മക്കളോട്, തിരിച്ചു ഭർത്താവിനോട്, ആരോടും ഒരടിമ മറ്റൊരടിമയോട് ചെയ്യുന്ന അതിക്രമം, അതും ദുൽമാണ്. ആ അതിക്രമത്തിന്റെ പ്രത്യേകത, അത് അല്ലാഹു ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, വെറുതെ വിടുകയില്ല, അതിന് പ്രതിക്രിയ നൽകിയിട്ടല്ലാതെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാനത് ലഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ, ആർക്കെങ്കിലും തന്റെ സഹോദരനുമായി അയാളുടെ അഭിമാനത്തിലോ അയാളുടെ മറ്റു കാര്യത്തിലോ വല്ല ഇടപാടുകളും വല്ല അതിക്രമങ്ങളും ഉണ്ടെങ്കിൽ, ഫല്യതഹല്ലൽഹു മിൻഹുൽ യൗമ ഖബ്ല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, ദീനാറോ ദിർഹമോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം, അഥവാ മരണാനന്തരം പരലോകം, അർദുൽ മഹ്ശർ, അത് വരുന്നതിന് മുന്നേ അതിൽ നിന്ന് വിട്ടുവീഴ്ച സ്വീകരിച്ചു കൊള്ളട്ടെ. ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി, അവിടെ ദീനാറോ ദിർഹമോ സ്വത്തോ സമ്പത്തോ അല്ല പകരം കൊടുക്കുക, മറിച്ച് അതിക്രമം ചെയ്ത ഒരാളുടെ സൽക്കർമ്മങ്ങൾ എടുത്തുകൊണ്ട് ആരോടാണോ അയാൾ അതിക്രമം ചെയ്തത് അവർക്ക് നൽകുന്നതാണ്. ഇയാളുടെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമെന്ന് ചുരുക്കം. വൈലം തകുൻ ലഹു ഹസനാതുൻ, ഇനി ഇയാളുടെ അടുക്കൽ നന്മകളൊന്നുമില്ല, തിന്മകൾ മാത്രമാണ് എങ്കിൽ, ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി, ഈ അതിക്രമകാരിയായ ആളുടെ മേൽ ഇയാൾ ആരെയാണോ ആക്രമിച്ചത്, ആരോടാണോ അതിക്രമം ചെയ്തത്, അവരുടെ പാപങ്ങൾ എടുത്ത് അയാളുടെ മേൽ ചുമത്തപ്പെടും. സഹോദരങ്ങളെ, നന്മ തിന്മകൾ കൊണ്ട് പകരം വീട്ടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരുന്നതിന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അടിമകൾക്കിടയിൽ പരസ്പരം വല്ല അതിക്രമങ്ങളും ഉണ്ടോ വേഗം തീർത്തുകൊള്ളുക. സഹോദരങ്ങളെ, ഈ പവിത്ര മാസങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിക്രമവുമായി, അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് വരേണ്ടി വന്നാൽ അവിടെ ദീനാറോ ദിർഹമോ സ്വത്തോ സമ്പത്തോ ഒന്നും നമുക്കൊരാൾക്കും ഉപകാരപ്പെടുകയില്ല എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും ഉപേക്ഷിക്കാത്ത, അള്ളാഹു ഒഴിവാക്കി കളയാത്ത ഈ ദുൽമിനെ കുറിച്ചും നാം കരുതിയിരിക്കണം. അള്ളാഹു ഒഴിവാക്കുകയില്ല. നമ്മൾ എത്ര കണ്ട് ഇസ്തിഗ്ഫാർ ചെയ്താലും, എത്ര കണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും, നാം നമ്മുടെ വീടുകളിൽ ഇരുന്ന് അർദ്ധരാത്രി തഹജ്ജുദിന്റെ സമയത്ത് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാളോടുള്ള ദുൽമാണോ അതിക്രമമാണോ അള്ളാഹു വിട്ടുതരികയില്ല. അത് അള്ളാഹുവിന്റെ നീതിയാണത്. അള്ളാഹു നീതിമാനാണ്. അള്ളാഹു അടിമകളോട് ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. മറ്റൊരാളോടുള്ള ഒരു തരിമ്പ് ഹക്ക് ബാധ്യത പോലും അള്ളാഹു വെറുതെ വിടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അതിക്രമത്തെ കുറിച്ചും നാം ശ്രദ്ധിക്കണം. ഒരാളോടും അതിക്രമവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മുടെ കൈകൾ സംശുദ്ധമായിരിക്കണം. നമ്മുടെ കൈകൾ മറ്റൊരാളുടെ അഭിമാനത്തെ തൊട്ടും അയാളുടെ രക്തത്തെ തൊട്ടും അയാളുടെ സമ്പത്തിനെ തൊട്ടും അയാളുടെ ഏത് കാര്യങ്ങളാവട്ടെ അതിനെ തൊട്ടെല്ലാം നമ്മുടെ കരങ്ങൾ പരിശുദ്ധമായിരിക്കണം. അബദ്ധം സംഭവിച്ചോ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും നിരാശരാവേണ്ടതില്ല, പറഞ്ഞു തീർക്കാവുന്നതാണ്. പരലോകത്തെത്തി ഏറ്റവും വലിയ നഷ്ടത്തിൽ അകപ്പെടുന്നതിന് മുന്നേ ദുനിയാവിൽ വെച്ച് തീർക്കാവുന്നതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നൽകിയ അവന്റെ ഔദാര്യമാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരടിമ ചെയ്യുന്ന അതിക്രമം എന്നുള്ളത് അവന്റെ സ്വന്തത്തോടാണ്. എന്താണ് സ്വന്തത്തോടുള്ള അതിക്രമം എന്ന് പറഞ്ഞാൽ? എല്ലാ പാപവും അതിൽപ്പെട്ടു. പാപങ്ങളെല്ലാം ഒരടിമ അവന്റെ സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമമാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു പറഞ്ഞു, മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ അവന്റെ സ്വന്തത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്.
വമൻ അസാഅ ഫഅലൈഹാ, ആരാണോ തിന്മ ചെയ്യുന്നത് അതും അവന്റെ സ്വന്തത്തിന് തന്നെയാണ് അതിന്റെ തിക്തഫലം അനുഭവിക്കാനുള്ളത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, ശേഷം നിങ്ങളുടെ റബ്ബിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, നന്മകൾ അത് നാം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെയാണ് ഏത് തിന്മയും, ചെറുതാവട്ടെ വലുതാവട്ടെ, അതിൻ്റെ പാപഭാരം അനുഭവിക്കേണ്ടത് നമ്മുടെ ഈ ശരീരവും നമ്മുടെ ആത്മാവുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലുടനീളം പ്രയോഗിച്ചത് സ്വന്തത്തോടുള്ള അതിക്രമം എന്നാണ്. തിന്മകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ അതാണ്. കാരണം തെറ്റു ചെയ്ത ശരീരമാണ് നരകത്തിൻ്റെ തീയിൽ വെന്തെരിയേണ്ടത്. നരകത്തിൽ പ്രവേശിക്കേണ്ടത് തെറ്റു ചെയ്ത തിന്മ ചെയ്ത ശരീരമാണ്, അവയവങ്ങളാണ്. ഈ ശരീരവും ഈ ആത്മാവുമാണ് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത്. അത് സഹോദരങ്ങളെ ഗുരുതരമാണ്. അള്ളാഹു അതാ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. വദറു ദാഹിറൽ ഇസ്മി വബാത്തിന, പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ തിന്മകളും നിങ്ങൾ ഉപേക്ഷിക്കുക, നിങ്ങൾ ഒഴിവാക്കുക. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ, തീർച്ചയായും ആരാണോ പാപങ്ങൾ സ്വരുക്കൂട്ടുന്നത്, ആരാണോ തിന്മകൾ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ പ്രതിഫലം പരലോകത്ത് വെച്ച് അവന് നൽകപ്പെടുന്നതാണ്. അള്ളാഹു പറഞ്ഞു, വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, നിങ്ങൾ മ്ലേച്ഛതകളിൽ, തിന്മകളിൽ, അതിൽ പ്രത്യക്ഷമായതുണ്ട് പരോക്ഷമായതുണ്ട്, അഥവാ ആളുകൾ കാണുന്നതും കാണാത്തതുമായ എന്തൊക്കെയുണ്ടോ അതിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. നോക്കൂ, നിങ്ങൾ അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞു, അള്ളാഹു അതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ അഹദ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ആത്മരോഷമുള്ള മറ്റൊരാളുമില്ല. ഫലിദാലിക ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ, അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രത്യക്ഷവും പരോക്ഷവുമായ, ആളുകൾ കാണുന്നതും കാണാത്തതുമായ എല്ലാ മ്ലേച്ഛതകളും, എല്ലാ തിന്മകളും, എല്ലാ വൃത്തികേടുകളും ഹറാമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരടിമ തെറ്റു ചെയ്യുമ്പോൾ അള്ളാഹു അവൻ ആത്മരോഷമുണ്ടാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പാപങ്ങൾ എന്നത് പ്രത്യേകിച്ച് എല്ലാ കാലത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ തിന്മകൾ നമ്മെയും നമ്മുടെ സമൂഹത്തെയും വരെ നശിപ്പിച്ചു കളയും. നിങ്ങൾ കേട്ടിട്ടില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ എത്രയോ സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അദാബ് വന്നിറങ്ങിയിട്ടുണ്ട്. അള്ളാഹു ഒരാളോടും അനീതി കാണിച്ചതല്ല, മറിച്ച് അവർ പ്രവർത്തിച്ചതിൻ്റെ തിക്തഫലമായിക്കൊണ്ട് അള്ളാഹു നൽകിയതാണ്. നമ്മുടെ തിന്മകൾ എന്നത് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഉണ്ടാകും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ, ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലം എൻ്റെ ഭാര്യയിലും എൻ്റെ വാഹനത്തിലും വരെ എനിക്ക് അനുഭവപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, നോക്കണം നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തത്തോടുള്ള ഏത് അതിക്രമവും, ഏത് തിന്മയും കരുതിയിരിക്കണം നാം ഓരോരുത്തരും. പാപങ്ങൾ ഒരിക്കലും നമുക്ക് സമാധാനം നൽകുകയില്ല. വേഗത്തിൽ വേഗത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മുടെ പാപക്കറകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തിന്മകളെക്കുറിച്ച് നാം ജാഗരൂകരായിരിക്കണം, ജാഗ്രത കൈക്കൊള്ളണം. പറയാൻ എളുപ്പമാണ് പ്രിയമുള്ളവരെ, പക്ഷെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കണം. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ പവിത്രമാക്കിയ മാസങ്ങളിൽ പ്രത്യേകമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ആ മാസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. അതിക്രമങ്ങളുടെ 3 അടിസ്ഥാനങ്ങളാണ്
നാം മനസ്സിലാക്കിയത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഉപേക്ഷിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ അതിൻ്റെ എല്ലാം തിക്തഫലം ഇഹലോകത്തും പരലോകത്തും അനുഭവിക്കേണ്ടി വരും എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രത്യക്ഷവും പരോക്ഷവുമായ അഥവാ എല്ലാവിധ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ, എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും നമ്മുടെ കരങ്ങളും നമ്മുടെ മനസ്സും ഒക്കെ ശുദ്ധീകരിക്കാൻ, അതിൽ നിന്നെല്ലാം നമുക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ, അതുപോലെ നമ്മുടെ ജീവിതത്തിലുടനീളം എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞില്ലേ, അലം തറൗ, അവർ കാണുന്നില്ലേ, അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ നിങ്ങൾക്ക് സംവിധാനിച്ച് നൽകിയിരിക്കുന്നു. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറൻ വബാതിന, അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതും അഥവാ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മേൽ മൂടിയിരിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും നാം കാണുന്നതും കാണാത്തതുമായ അനേകം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ചെയ്ത റബ്ബിനെ എങ്ങനെയാണ് നമ്മൾ ധിക്കരിക്കുക എന്നാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഒന്നാമതായി ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സദാ നിരീക്ഷിക്കുന്നു എന്ന ചിന്തയാണ് അവനുണ്ടാവേണ്ടത്. അള്ളാഹു കാണാത്ത ഒരു സെക്കൻഡ് പോലും, ഒരു സമയം പോലും, ഒരു സ്ഥലം പോലും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് സ്ഥലത്തായാലും, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാണും എന്ന തിരിച്ചറിവ് എല്ലാ ദുൽമിൽ നിന്നും, എല്ലാ അതിക്രമങ്ങളിൽ നിന്നും സഹോദരങ്ങളെ നമ്മെ രക്ഷപ്പെടുത്തും. മൂന്നാമത്തെ കാര്യം, ഒരടിമ ചെയ്യുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് പ്രവർത്തനവും അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് വാക്കാവട്ടെ പ്രവൃത്തിയാകട്ടെ, ഒരു ലഫ്ദ് പോലും ഒരു വാക്ക് പോലും നാം ഉരുവിടുന്നില്ല. അള്ളാഹു തയ്യാറാക്കി നിർത്തിയിട്ടുള്ള സംരക്ഷകരായ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സൂക്ഷിക്കാൻ അത് നമ്മെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും. ഇതൊരാൾ ഉൾക്കൊണ്ടാൽ, ഇതൊരാൾ തൻ്റെ ജീവിതത്തിൽ പകർത്തിയാൽ, പാലിച്ചാൽ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ കരങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, തിന്മകൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.